ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ഒരു ചരിത്ര സംഭവമാകാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യത്തെ വർഷം നമുക്ക് വേണ്ടത്ര എങ്ങനെ ആയിരിക്കും ഇത് വന്നത് സംബന്ധിച്ച് ഒരു മുൻ അനുഭവം ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ നടന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ തന്നെ അത് കേരളത്തിൽ നടന്ന ഏറ്റവും ഐതിഹാസികമായ ഒരു സംഭവമായിരുന്നു. ഇത്തവണത്തെ ബീച്ച് ഫെസ്റ്റിവൽ നമ്മളെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ 1-2 മാസക്കാലമായി ബേക്കലിൽ അതിനുവേണ്ടി രൂപീകരിച്ച സംഘാടക സമിതി, സബ് കമ്മിറ്റി അവരെല്ലാം തന്നെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ മുഴുവൻ ആളുകളും ഇറങ്ങുന്നൊരു പരിപാടിയാണ്. അത് കാസർഗോഡിൻ്റെ ഉത്സവം മാത്രമല്ല, നമ്മളിപ്പോൾ ബേക്കൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ് കേരളത്തിൽ നടക്കുന്ന ഈ ബീച്ച് ഫെസ്റ്റിവലുകളിൽ നമ്പർ 1 ആയി. ഇനി ഒരുപക്ഷെ നാളെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബീച്ച് ഫെസ്റ്റിവലാകും. ഗോവയിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തവും ശ്രദ്ധേയവുമായ ഒന്നാകും. അതിന് കാരണം ബേക്കൽ എന്ന് പറയുന്നത് വിശ്വോത്തരമാണ്. ലോകത്താകെ അറിയാവുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബേക്കൽ. ചിരപുരാതനമായ കോട്ട, അതിനോടനുബന്ധിച്ച ബീച്ച്, അതിനുവേണ്ടി ഭൂമി എക്വയർ ചെയ്തിട്ട് BRDC ഉണ്ടാക്കി. BRDC ആ ഭൂമി ലീസിന് കൊടുത്തിട്ട് അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ടൂറിസ്റ്റുകൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നല്ലൊരു കേന്ദ്രമാണ് ഇപ്പോൾ ബീച്ച്. അതിൻ്റെ ആംബിയൻസ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ബേക്കൽ ബീച്ചിൽ നടക്കുന്ന ഏത് പരിപാടിക്കും, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വൻ തയ്യാറെടുപ്പോടുകൂടി സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടി നടക്കുന്നൊരു പരിപാടിയാകുമ്പോൾ അത് വലിയ മാനങ്ങളുണ്ട്, വലിയ തോതിൽ പങ്കെടുക്കും. ഇത്തവണ ബേക്കൽ ബീച്ചിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഫുഡ് കോർട്ടുണ്ട്, അവിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അവർക്ക് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനുമുള്ള സംവിധാനങ്ങളുണ്ട്, അവിടെ കലാപരിപാടികളുണ്ട്. 2 സ്റ്റേജുകളിലാണ് കലാപരിപാടികൾ നടക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന കലാപ്രതിഭകളാണ് അവിടെ ഇത്തവണ പങ്കെടുക്കുന്നത്. ചെറിയ പൈസയാണ്, 100 രൂപയാണ് ടിക്കറ്റിന് വെച്ചിരിക്കുന്നത്. അത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്, വലിയ ടിക്കറ്റ് വെക്കാതിരിക്കാൻ കാരണം. അപ്പോഴാണ് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന ഇവിടെ തന്നെ ഉള്ള പ്രമുഖ വ്യക്തികൾ, ചില ആളുകൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഈ 100 രൂപ കൊടുത്ത് അതിൻ്റെ ബാക്കിൽ പോയി ഞങ്ങൾക്ക് ഇങ്ങനെ തള്ളുന്നതിൻ്റെ പിന്നെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പരിപാടി കാണണമെന്നുണ്ടായിരുന്നു, അതിനെന്താ മാർഗം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ്സും അതുപോലത്തെ ഒരു പ്രീമിയം ക്ലാസ്സും, ആ 2 ക്ലാസ്സിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 2000 രൂപയും പ്രീമിയം ക്ലാസ്സിൽ ഒരു 450 രൂപയും വെച്ച് ചുരുക്കം നമ്പർ ഒരു 500-ന് താഴെ വരുന്ന ആളുകൾക്ക് സൗകര്യം ഫ്രണ്ടിൽ ഒരുക്കി കൊടുക്കാനുള്ള സംവിധാനമാണ്. ബാരിക്കേഡ് കെട്ടിയിട്ട് അങ്ങനെ ചെയ്യാനുള്ള സംവിധാനമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. 30ഓളം ഏക്കറിലാണ് വാഹന പാർക്കിംഗ് നടക്കുക. പിന്നെ ഈ സാധാരണക്കാരായ ആളുകൾ വന്നാൽ തിരിച്ചെങ്ങനെ പോകുമെന്നാണ് പലരും അലട്ടുന്ന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് KSRTCയുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും നമ്മുടെ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പരിപാടി കഴിഞ്ഞാൽ പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട് ഡിവിഷൻ മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ റെയിൽവേ എല്ലാ സഹായവും തന്നു. പാർക്കിങ്ങിന് റെയിൽവേയുടെ ഭൂമി അനുവദിച്ചു. 3 വണ്ടികൾ ഇതിനു വേണ്ടി അവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ദിവസങ്ങളിൽ. 10 ദിവസക്കാലത്തേക്ക് ഓർഡർ നമുക്ക് കിട്ടി. അങ്ങനെ പിന്നെ എല്ലാ തരത്തിലും ഈ ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സഹായവും സഹകരണം ലഭിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ബീച്ച് ഫെസ്റ്റിവൽ ഒരു സംഭവബഹുലമായി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാങ്ക് ഞങ്ങളുടെ ബാങ്കാണ്, ഞങ്ങളുടെ ഒരു ബാങ്കാണ്. ആ ബാങ്കിൽ അവർക്കാണ് പിന്നെ ലീസിന് കിട്ടിയത്. അവരാണ് ഏറ്റവും തുക അധികം കോട്ട് ചെയ്തത്. അവർക്ക് കിട്ടി 82 ദിവസം അവർക്ക് സമയം കൊടുത്തു. പിന്നെ ദിവസം തീർന്നപ്പോൾ അവർക്ക് ഇതിൽ പറയുന്ന ഒരു വ്യവസ്ഥ 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ബാങ്കിന് 2.5 കോടി രൂപ നിക്ഷേപിക്കാൻ പറ്റില്ല, അത് റീഫണ്ടബിൾ അല്ല. അപ്പോൾ 2.5 കോടി വെറുതെ കൊടുക്കാൻ നടത്തും. ആ 2.5 കോടി രൂപ കൊടുത്തിട്ട് ബാങ്കിന് എടുക്കാനുള്ള ധനശേഷി ആ ബാങ്കിനില്ല. സഹകരണ വകുപ്പിന് അനുവാദമില്ല. അതിന് അനുവാദം കൊടുക്കണം, സഹകരണ വകുപ്പിന് അനുവാദം വേണം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ആ ബാങ്കിൻ്റെ ഭരണസമിതിയെല്ലാം വിളിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് തുറന്നു കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഒഴിവായിക്കും. അങ്ങനെ 82ാമത്തെ ദിവസം അവർ ഒഴിവായി പോയപ്പോൾ സെക്കൻഡ് ബിഡിൻ്റെ ആൾ ഏറ്റവും ഹയസ്റ്റ് ആരാണോ അവർക്കത് സ്വാഭാവികമായി കിട്ടുന്നതാണ്. 2ാമത് അവർക്ക് കിട്ടിയത്. 2ാമത് കിട്ടിയവർക്ക് ധനശേഷിയുണ്ട്. അവർ 2.5 കോടി രൂപ ആ നിമിഷത്തിൽ തന്നെ അടച്ചു. അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അവിടെ വേണ്ട. അപ്പോൾ അതുപോലെ ബാങ്കിന് ചെയ്യാൻ പറ്റില്ല. ബാങ്കിന് 1 രൂപ ചെലവഴിക്കണമെങ്കിൽ പെർമിഷൻ വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ സംഭവങ്ങൾ വന്നുകൂടി ബാങ്കിൻ്റെ പണം അങ്ങനെ എടുത്ത് ഒന്നിനും അങ്ങനെ വിനിയോഗിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് സെക്രട്ടറിക്ക് അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. സെക്രട്ടറിക്ക് ഇതെല്ലാം അറിയാം. സെക്രട്ടറിയും ഞങ്ങളെല്ലാം കൂടിയിട്ട് ബാങ്കിൽ നിന്ന് തന്നെ ഇത് തുടരാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തി നോക്കി. ഈ 2.5 കോടി ഏതെങ്കിലും ഒരു വ്യക്തിനെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റുമെന്ന് വരെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. തൽക്കാലം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റും. ഒരു ശ്രമവും നടക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവർ മാറിയിട്ട് പോയത്. വിട്ടുവയ്ക്കുന്നില്ല. കലക്ടർ ഇതുമെല്ലാമായി ബന്ധപ്പെട്ട് നല്ല മോണിറ്ററിങ് അധികം നടത്തുന്നുണ്ട്. ഇന്നലെ കലക്ടർ ഉദ്യോഗസ്ഥന്മാരുടെയും BRDCയിലെ MDനെല്ലാം വിളിച്ചൊരു മീറ്റിംഗ് നടത്തി. അതെന്ത് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിൽ ജില്ലാ ഭരണകൂടം ഈ ഫെസ്റ്റിവലിൻ്റെ എല്ലാ തയ്യാറെടുപ്പും, പിന്നെ ഡേ ടു ഡേ കലക്ടർക്കൊന്നും വരാൻ പറ്റില്ല. അവർക്കെല്ലാം ഭയങ്കര തിരക്കുണ്ട്. ഇപ്പോൾ നവകേരളം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇരിക്കാനും നിൽക്കാനും സമയമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ കലക്ടറോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കലക്ടറോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കലക്ടറുടെ ഔദ്യോഗിക പരിപാടി ഒന്ന് കലക്ടർ പോകണം, ഞങ്ങളെല്ലാം ചെയ്തോളാം. ജനകീയ കമ്മിറ്റി നല്ല സ്മാർട്ടാണ്, എല്ലാവരും ഓടിച്ചാടി നടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കലക്ടർ
കളക്ടറെ ഞങ്ങൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ആവശ്യപ്പെടുമ്പോൾ കളക്ടർ വരണം എന്നാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ കളക്ടർ വിളിച്ച് പോയിട്ടുള്ളത്. നമ്മൾ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നാളത്തെ സ്വാഗത പ്രസംഗം കളക്ടറാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പിന്നെ കളക്ടർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം വരുമായിരിക്കും. അങ്ങനെയല്ലാതെ മാനദണ്ഡ പ്രശ്നമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾക്കാണ് അതിനൊരു പ്രത്യേക കമ്മിറ്റി ഉണ്ട്. സുരക്ഷക്കാണ് നമ്പർ 1 സ്ഥാനം. അപ്പോൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യൂ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് ഇതാവില്ല. എല്ലാം നിയമാനുസൃതം മാത്രമേ ചെയ്യൂ. നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യം അവിടെ ചെയ്യില്ല. എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ ഈ ബേക്കൽ ബീച്ചിൽ നടക്കില്ല.